ഈ ബാക്ടീരിയ ഇല്ലാതാക്കുന്ന ഒരു സംഭവമല്ല. ഫ്രിഡ്ജ് ശരിക്കും ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നമ്മുടെയൊക്കെ കിച്ചണിൽ എന്തായാലും മൈദ ഒഴിവാക്കാം. ഇപ്പോൾ നമ്മളൊരു ചമ്മന്തി തയ്യാറാക്കി രാവിലെ അത് ചിലവായാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉച്ചയ്ക്കുള്ള മീൻ കറിക്കെങ്കിലും ഉപയോഗിക്കണം. എൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് നമ്മൾ എല്ലാത്തിനും പശുവും പാലും ഒഴിക്കും. ശരിയാണ്, പശുവും പാലും ഉണ്ട്, നെയ്യും ഉണ്ട്. കിച്ചൺ വർക്ക് വളരെ സിമ്പിളാക്കാനായിട്ട് കുറച്ച് ടിപ്സും കുറച്ചധികം ഇൻഫർമേഷനും ഹാക്സും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ്. നമ്മൾ സാധാരണ വീട്ടിൽ ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ജോലിക്ക് പോകുന്നവരായിരിക്കും. അത് മോർണിംഗ് ടൈം ഭയങ്കര ബിസി ആയിരിക്കും. അധികം നേരം കിച്ചണിൽ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് ടൈം സേവ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കിച്ചൺ ഹാക്ക് പറയുവാണെങ്കിൽ എന്തായിരിക്കും? അവർക്ക് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നേരത്തെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഈ വർക്കെല്ലാം വളരെ സിമ്പിളാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ചൈനീസ് ഐറ്റമൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിനാവശ്യമുള്ള എല്ലാ സിമ്പിളാസും, അതായത് അത് തയ്യാറാക്കാൻ വേണ്ട മുഴുവൻ കാര്യങ്ങളും നേരത്തെ തന്നെ അവർ കട്ട് ചെയ്ത് മസാലകൾ ഉൾപ്പെടെ അവർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു നമുക്കതിൻ്റെ ഫയർ പോലും അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒട്ടും കരിഞ്ഞു പോവാതെ ആ സമയത്തിനുള്ള മസാല എല്ലാം ഇട്ട് ആ ഒരു ഡിഷിന് പൂർണ്ണമായിട്ട് ഫിനിഷിങ് കിട്ടുന്ന രീതിയിൽ അവർക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒന്നാമതൊരു കാര്യം, അവർ ഇപ്പോൾ മുട്ടക്കറിയാണ്, അങ്ങനെയുള്ള ഗ്രേവിയുള്ള ഐറ്റംസാണ്. നമ്മൾ ഗ്രീൻ പീസ് കറി, നമ്മൾ രാവിലെ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിന് കറികൾ തയ്യാറാക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഗ്രേവി, ഒരു കോമൺ ഗ്രേവി അവർക്ക് നേരത്തെ തയ്യാറാക്കി വയ്ക്കാൻ പറ്റും. അതായത് ഇപ്പോൾ സവാള എല്ലാം വളരെ, ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണ് കുറച്ച് കൂടുതൽ സവാള അരിഞ്ഞിട്ട് വളരെ സ്ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്ത് അത് ഒരു 80% കുക്ക് ചെയ്ത് മസാല ഇട്ടോ ഇടാതെയോ അവർക്ക് ആ ഒരു ഗ്രേവി തയ്യാറാക്കി ഡീപ്പ് ഫ്രീസറിൽ വെച്ചിട്ട് കുറേശ്ശെയായിട്ട് അവർക്ക് ഇപ്പോൾ തക്കാളി സവാള എല്ലാം വഴറ്റി അതിൽ ലൈറ്റായിട്ടുള്ള മസാല ഇട്ട്, ഓവർ മസാല ഒരിക്കലും ഇടരുത്, ലൈറ്റായിട്ടുള്ള മസാല ഇട്ടിട്ട് ആ ഒരു ഗ്രേവി തയ്യാറാക്കി മാറ്റി വയ്ക്കുക. അതുകൂടാതെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ചത് തയ്യാറാക്കി മാറ്റി വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ചെറുള്ളിയൊക്കെ എല്ലാ കറികൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ചെറുള്ളിയൊക്കെ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കാം. കറിവേപ്പിലൊക്കെ തൊണ്ട് കളഞ്ഞ് റെഡ് ചില്ലിയൊക്കെ ഒടിച്ച് വെച്ച് അങ്ങനെ കുറച്ചും കൂടി നമ്മുടെ വർക്ക്, നമ്മൾ എന്താണോ ഒരു കറിക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ സാധനങ്ങളെല്ലാം കുറച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് കറി തയ്യാറാക്കാൻ ഒരു ഇൻട്രസ്റ്റോടു കൂടി നമുക്കത് ഒരു മടിപ്പ് കൂടാതെ നമുക്ക് ആ ഒരു കറി തയ്യാറാക്കാനും പറ്റും. നമുക്ക് ഒരുപാട് ടൈം, നമ്മളിപ്പോൾ ഒരു ധൃതി പിടിച്ച് ഫയർ കൂട്ടിയിട്ട് ഒരു സംഭവം കരിച്ച് കളയുന്നതിനും നല്ലത് നമുക്ക് ലോ കോസ്റ്റിൽ, ഇപ്പോൾ കുറച്ച് സവാളയൊക്കെ കൂടുതലെടുത്താലും വളരെ സ്ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുഴുവൻ എസൻസും അതിലേക്ക് കിട്ടുകയും ചെയ്യും. അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ശരിക്കും ഈ ഗ്രേവിയൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അത്ര നല്ലതാണ്. എത്ര ദിവസം വരെ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും? ഇപ്പം നമുക്ക് സൗത്ത് ഇന്ത്യൻ കറികൾക്ക് ഇതൊന്നും പ്രാക്ടിക്കലായ കാര്യമല്ല. കാരണം നമുക്ക് എല്ലാത്തിനും തേങ്ങ അരപ്പും കാര്യങ്ങളെല്ലാം ഓണമുണ്ട് ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സൗത്ത് ഇന്ത്യൻ ഫുഡൊന്നും നമുക്ക് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള മിസംപ്ലാസും തയ്യാറാക്കി വെക്കാൻ പറ്റില്ല. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ അല്ലാണ്ട് ഇൻസ്റ്റൻറ്റ് കുക്കിംഗ് ഉണ്ടല്ലോ, ജസ്റ്റ് സവാളയും തക്കാളിയൊക്കെ സോട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതലാണ് ഇപ്പോൾ വറുത്തരപ്പ് ഗ്രേവി. അതായത് തേങ്ങ നമ്മൾ വറുത്തരച്ച്, അതായത് നമ്മൾ വീടുകളിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന വറുത്തരപ്പ് ഗ്രേവി, അത് നമുക്ക് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അത് ആഴ്ചകളോളം ഇരിക്കും ഫ്രിഡ്ജിലാവുമ്പോൾ. അത് ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ നമ്മൾ അടച്ചു വെച്ച് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഒട്ടും വെള്ളമയം ടച്ച് ചെയ്യാതെ നമ്മൾ എടുക്കുകയാണ്. സ്പൂൺ കൊണ്ട് എടുത്തു, ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ കൊണ്ട് എടുത്തു, അങ്ങനെ മാറ്റി വെച്ചൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചകളോളം നമുക്ക് വറുത്തരപ്പ് ഗ്രേവി, ഇതേപോലെയുള്ള റോസ്റ്റ് ഗ്രേവിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സിപ്പ് കവർ പോലെയുള്ള ചെറിയ കവറുകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഒരെണ്ണത്തിന് 6 രൂപ, വലിയൊരു ഇതിന് ചെറുതിനൊക്കെ 4 രൂപ വിലയിൽ നമുക്ക് സാധനം കിട്ടും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ ഒരുപാട് സ്പേസ് പോവാതെ റാക്കുകളാക്കി സെറ്റ് ചെയ്ത് നമുക്കതിനെല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ നേരത്തെ തന്നെ റെഡിയാക്കി വയ്ക്കാൻ പറ്റും. ഗ്രേവികളെല്ലാം വറുത്തരച്ച ഗ്രേവി, ഇതേപോലെയുള്ള റോസ്റ്റ് ഗ്രേവി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇങ്ങനെയുള്ള നമുക്ക് ഡെയിലി യൂസേജിന് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നേരത്തെ തന്നെ ഞായറാഴ്ച ദിവസമോ അവധി ദിവസങ്ങളിലോ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇതെല്ലാം തയ്യാറാക്കി മാറ്റി വെച്ചാൽ നമ്മുടെ വർക്ക് ഒരുപാട് ഈസിയാക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ ഭയങ്കര സിമ്പിളായിട്ട് ഇപ്പോൾ മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസം ഒന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല, അങ്ങനെയുള്ളപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയോ ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി പറയുമോ? എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിരിക്കുന്നത് വെജിറ്റബിൾ സ്റ്റൂ അല്ലെങ്കിൽ എഗ്ഗ് വെച്ചിട്ട് ചിക്കൻ സ്റ്റൂ ഒക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. കാരണം അതിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. നമുക്ക് പശുവും പാലും ഉപയോഗിച്ച് തയ്യാറാക്കാം. ഒരുപാട് സവാളയോ അങ്ങനെയുള്ള ഒന്നും വേണ്ട. ലൈറ്റായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് സവാള ഒരു ചെറിയ ബ്രൗൺ കളറായാൽ മതി, ഒരുപാട് ഡാർക്ക് ആക്കണ്ട. അതിൽ നമുക്ക് അല്പം മൈദ അല്ലെങ്കിൽ പശുവും പാലും ഒഴിച്ചാലൊക്കെ പെട്ടെന്ന് നല്ല ഭംഗിയുള്ള സ്റ്റൂ നമുക്ക് ടേസ്റ്റോട് കൂടി ആ വെജിറ്റബിളൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ ചെയ്യുന്നതിൽ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. അവരൊക്കെ
കൂടുതൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഓരോരോ സാധനങ്ങൾ വേവിച്ചെടുക്കുക. എന്നിട്ട് മിക്ക ആൾക്കാരും ആ വെള്ളം ഊറ്റിക്കളയുകയും ചെയ്യും. ശരിക്കും ആ ഒരു ഇപ്പോൾ ഗ്രീൻ പീസ് വേവിക്കുന്ന വെള്ളം, കടല വേവിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ പച്ചക്കറി വേവിക്കുന്ന ആ ഒരു സ്റ്റോക്ക് നമ്മൾ നല്ല രീതിയിൽ കഴുകിയിട്ടാണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഇടുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞാൽ ആ മുഴുവൻ എസൻസും അതിന് നമുക്ക് നഷ്ടപ്പെടും. ഈ സ്റ്റോക്കോട് കൂടി കുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാനും തിക്കായിട്ട് നമ്മുടെ കറി മാറാനും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് കുക്ക് ചെയ്യുക. ആ വെള്ളം നമ്മൾ കറിക്ക് യൂസ് ചെയ്യുക. എനിക്ക് താല്പര്യം കുക്കർ പോലെയുള്ള അടച്ചു വെച്ച് വേവിക്കാവുന്ന ആ എയർ ഒട്ടും പുറത്തു പോകാത്ത സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം കൂടുതൽ ലാഭം കിട്ടുകയും ചെയ്യും. കൂടുതലായിട്ട് ആ ഒരു ഗ്രേവി കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. നമുക്ക് ടേസ്റ്റും ഹെൽത്തും ഒട്ടും കോംപ്രമൈസ് ചെയ്യാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫുഡ് അല്ലെങ്കിൽ മെത്തേഡ് എന്താ? നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ഓരോരോ ഡിഷുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് നമ്മളെല്ലാവരും ട്രൈ ചെയ്യണത്. അപ്പോൾ നമുക്കിപ്പോൾ തോന്നിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും ഓവർ കുക്കാക്കി എടുക്കുന്നുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ എല്ലാം വീടുകളിൽ കൂടുതൽ. അതേസമയം കുറച്ച് ഇപ്പോൾ ഫിഷ് ആയിക്കോട്ടെ, പ്രോൺസ് ആയിക്കോട്ടെ, അതെല്ലാം വളരെ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ ആ ഒരു ടേസ്റ്റിനെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചാൽ നമുക്കത് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കൂടുതലും ആ ഒരു മീറ്റിൻ്റെ ടേസ്റ്റ് പോകുന്ന രീതിയിൽ കരിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് മിക്ക വീടുകളിലും യൂസ് ചെയ്യുന്നത്. നമുക്ക് പേടിയാണ് ഇത് കുക്കായോ ഇല്ലയോ എന്നുള്ള അറിയാത്തൊരു ടെൻഷനുണ്ട്. ശരിക്കും പ്രോൺസ് പോലെയുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഫിഷ് ഒക്കെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ശരിക്കും അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? അത് ഈ പറഞ്ഞ പോലെ എനിക്കും ഉണ്ട് സംശയം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം അത് കുക്കായി എന്നുള്ളത്. ഷാലോ ഫ്രൈയിൽ നമുക്ക് അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? നമുക്ക് ടൈം മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ജസ്റ്റ് നമ്മളതിനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ഹാർഡ് പോർഷൻ നമുക്കറിയാൻ പറ്റും. കൂടുതലായിട്ട് ഡ്രൈ ആവുകയല്ല, ജസ്റ്റ് ആ ഒരു ഇപ്പോൾ നമ്മൾ ടൂത്ത് പിക്കൊക്കെ ഉപയോഗിച്ച് കേക്കൊക്കെ നമ്മൾ അതേപോലെ അതിൻ്റെ ആ ഒരു മീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇത് കൈയൊന്നും പൊള്ളില്ല, നമ്മൾ ജസ്റ്റ് അത് പ്രസ് ചെയ്ത് നോക്കിയാൽ പോലും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ദിവസവും കുക്ക് ചെയ്യുന്ന അമ്മമാർക്ക് അറിയാം ഇതെപ്പോഴാണ് ഈ സംഭവം റെഡി ആവുക, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ ചിക്കനും കേടും രണ്ടും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ പറയും ചിക്കൻ ഒരിക്കലും കേടിൻ്റെ കൂടെ, മീൻസ് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ സാലഡ് പോലും കേടിൻ്റെ മാതിരി അങ്ങനെ യൂസ് ചെയ്യരുതെന്നാണ് പറയാറ്. അപ്പോൾ അതിലൊക്കെ വല്ല ശരി ഉണ്ടോ? നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് ചിലപ്പോൾ ചിക്കനിൽ കേടൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും ബിരിയാണിയുടെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടാക്കുന്നത്. കേരളത്തിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് പ്രശ്നം എനിക്ക് തോന്നുന്നു. ഇതിൽ നമുക്കിപ്പോൾ എനിക്ക് ഇങ്ങനെ ഉള്ള ഡിഷസ് ഇടുമ്പോൾ മിക്കതും തൈര് ഉപയോഗിച്ചിടുമ്പോൾ എൻ്റെ കമൻറ്റ് സെക്ഷൻ മുഴുവൻ ഇങ്ങനത്തെ കമൻ്റ് ആയിരിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ, അത് ഭയങ്കര മണ്ടത്തനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വരാം. അപ്പോൾ അതിനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗൂഗിളിലുള്ള അവർ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കൂടി സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ടീവായിട്ട് കമൻറ്റ് ഇടാറുണ്ട്. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ തന്നെ എൻ്റെയൊക്കെ വീട്ടിൽ അച്ഛൻ എന്ത് കറി കൂട്ടി, ഇപ്പോൾ മീൻ കറി ആയാലും ചിക്കൻ കറി ആയാലും വേറെ എന്ത് കറി കൂട്ടി കഴിച്ചാലും പുള്ളി ആ ഒരു ഫിക്സഡ് പോർഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി ആൾ തൈര് ഉപയോഗിച്ചിട്ടാണ് കഴിക്കുക. ഇത്രയും വർഷമായിട്ടും ആ ഒരു കൾച്ചർ അങ്ങനെയാണ്. നമ്മുടെ വീടുകളിലൊക്കെ എന്ത് ഭക്ഷണം കഴിഞ്ഞാൽ അവസാനത്തെ, നമ്മൾ കല്യാണ സദ്യക്കായാലും ഭക്ഷണം കഴിഞ്ഞ് അവസാനത്തെ ഒരു പോർഷൻ തൈര് ഉപയോഗിച്ചിട്ടാണ് കഴിക്കുക. ശരിക്കും ഇപ്പം നമ്മൾ ഏത് ടൈമിൽ കഴിക്കണം എന്നുള്ളതല്ല, രണ്ടും ഒരേ സമയത്ത് തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ ചിക്കൻ കറി കഴിച്ചു, അതിനുശേഷം തൈര് കുടിക്കുന്നതും ഈ ചിക്കൻ കറി തൈര് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് കഴിച്ചു പോകുന്നത്. ശരിക്കും 65 ഒക്കെ യൂസ് ചെയ്യുന്ന മെയിൻ സോഫ്റ്റ് ആവാൻ യൂസ് ചെയ്യുന്ന മെയിൻ കണ്ടൻറ്റ് തൈരാണ്. പുട്ടുപൊടി ഉപയോഗിച്ചാൽ കുറച്ച് ക്രഞ്ചി ആയിട്ട് കിട്ടും, തൈര് ഉപയോഗിച്ചാൽ നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ചിക്കൻ്റെ എന്ത് ഐറ്റം ഉണ്ടാക്കുമ്പോഴും അതിലല്പം തൈര് ചേർക്കുമ്പോൾ ആ ഒരു ഗ്ലേസിങ്ങിനായിക്കോട്ടെ, മസാല മിക്സ് ചെയ്യാനായിക്കോട്ടെ, എല്ലാ കാര്യത്തിനും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണ് തൈര് ഒഴിവാക്കുന്നതോടെ എനിക്ക് യോജിപ്പില്ല. ചിക്കൻ ഡിഷിൽ തൈര് ഉപയോഗിച്ച് കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് എൻ്റെ പേഴ്സണലി എൻ്റെ അഭിപ്രായം. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു സ്കിൽ എന്തായിരിക്കും? ഇഷ്ടമുള്ള അമ്മമാർക്ക് വേറെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. അവർ ഓരോ ദിവസവും അത് അത്രയും പാഷനേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവർ ഓരോരോ കാര്യം, നമ്മുടെ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. വർഷങ്ങളായിട്ട് അവർ ചെയ്യണം. അവർ പ്രാവി ചെയ്യുമ്പോഴാണ് അതിന് ബുദ്ധിമുട്ടുള്ളൂ. നമ്മളെന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേറൊരു ഇൻഫർമേഷൻ്റെ ആവശ്യമില്ല. അവർ ഓരോ ദിവസവും നല്ലൊരു ഓപ്ഷൻ അല്ലേ? കാരണം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാർ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കില്ല. അവരതിനെ പാഷനേറ്റ് ചെയ്യാനും ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അവർ ആ സ്കില്ല് എന്തായാലും ഓരോ ദിവസം കഴിയുന്നവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുള്ളൂ. നൈഫ് സ്കില്ല് ശരിക്കും പറഞ്ഞാൽ ഷെഫൊക്കെ യൂസ് ചെയ്യുന്ന മാതിരത്തെ ഒരു നൈഫ് സ്കില്ലല്ല. എത്ര പാഷനേറ്റ് ആയിട്ടുള്ള അമ്മമാരാണെങ്കിലും ചിലർ കൈ കൊണ്ടായിരിക്കും കത്തി യൂസ് ചെയ്യണം. അവർ യൂസ് ചെയ്യണ മാതിരി ചിലപ്പോൾ ഷെഫിന് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആ സ്കില്ല് നല്ല രസമല്ലേ? കട്ടിംഗ് ബോർഡിൽ ഇങ്ങനെ
കടകടാന്ന് അടിച്ചോണ്. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വീട്ടിലും കട്ടിംഗ് ബോർഡ് വേണം. ഇപ്പോഴും ആ ഒരു കയ്യിൽ വെച്ച് അതിന് ഒരുപാട് ടൈം ലിമിറ്റ് ഉണ്ട്. നമ്മുടെ ബാലൻസിങ്, നമ്മുടെ ഒരുപാട് ടൈം അവിടെ വേസ്റ്റാണ്. നമ്മളൊരു ചോപ്പിംഗ് ബോർഡും വെച്ചൊരു സാധനം കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്പീഡ് ഒരിക്കലും നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായാലും അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ക്യാബേജ് കട്ട് ചെയ്യുന്നത് ശരിക്കും കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ടാണ് നമ്മളൊരു ക്യാബേജ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് തീർക്കുന്നത്, ചോപ്പ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ബാക്കി കൈ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു ചെറിയ പോർഷൻ മാത്രം ആഴത്തിൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ എത്ര സീനിയോറിറ്റി ഉണ്ടെങ്കിൽ പോലും അതിനാ ഒരു പ്രൊഫഷണൽ ടച്ച് വരുത്താൻ സാധിക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് എല്ലാ വീട്ടിലും ഒരു മൂർച്ചയുള്ള കത്തിയും ഒരു കട്ടിംഗ് ബോർഡും മസ്റ്റായിട്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇപ്പോഴും ഈ റബ്ബർ പോലത്തെ സാധനം വിരലും ഇട്ടിട്ടാണ് അമ്മയൊക്കെ കട്ട് ചെയ്യുക. എന്തോന്ന് ആ ചെറിയ ആ ഫിംഗർ ക്യാപ്പ് അതിട്ടിട്ടാണ് ഇപ്പോഴും കട്ട് ചെയ്യണം. അതൊക്കെ ശരിക്കൊരു നല്ല കീഴ്വഴക്കമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും. അതൊരു ദിവസം അത് ശീലിച്ച് കഴിഞ്ഞാൽ നാളെയും ആ വർക്ക് കുറേ കൂടി സ്മൂത്ത് ആവാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. എൻ്റെ നൈഫ് സ്കില്ലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പോരാ, ശരിയാവുന്നുണ്ട്, റെഡി ആവുന്നുണ്ട്. അല്ല, എങ്ങനെയാണ് ഓരോ ദിവസവും കഴിയുന്നതോറും ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട്. പോരാന്ന് പറഞ്ഞത് ഇട്ട് പോരുത്. ചേട്ടൻ ഉണ്ടാക്കുന്നതിൽ ഇതെൻ്റെ സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയാൻ പറ്റിയ ഡിഷ് ഏതാ? പോർക്ക് ഫ്രൈയും ബീഫ് ഫ്രൈയും രണ്ടും. കാരണം ഞാൻ എപ്പോഴും ആ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക. അതല്ല, എനിക്ക് അതൊരു ഫിനിഷിംഗ് ആയിട്ട് ഭയങ്കര ഭംഗിയായിട്ടും അതിൻ്റെ ഫിനിഷിങ്ങിന് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നാറുണ്ട്. അതിൻ്റെ കളറും ഡ്രൈ ആയിട്ടുള്ള ടെക്സ്ചറും എല്ലാം എനിക്ക് ഒരുപാട് ഫിനിഷിംഗ് ആയിട്ട് തോന്നാറുണ്ട്. ഐറ്റം അത് രണ്ടുമാണ്. നമ്മൾ ഫ്രിഡ്ജ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയില്ല ഇന്ന സാധനങ്ങൾ ഇവിടെ തന്നെ വെക്കണം തോന്നണമാതിരി മിക്ക വീടുകളിലും ഫ്രിഡ്ജ് എല്ലാ സാധനങ്ങളും ബാക്കി വരുന്ന സാധനങ്ങൾ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. വെജിറ്റബിൾസ് അത് കൂടുതലും വെജിറ്റബിൾ ട്രെയിലായിരിക്കും വെക്കുക. മിക്കതും അവിടെ ഇവിടെ അങ്ങോട്ടൊക്കെ ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നതിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു രീതി ഉണ്ടോ? ഫ്രിഡ്ജിനെ സംബന്ധിച്ചോളം ഫ്രിഡ്ജ് നമുക്കിപ്പോൾ എപ്പോഴും ഓപ്പൺ ആക്കാൻ ഫ്രീഡം ഉള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ആയാലും എപ്പോഴും വന്ന് നമ്മൾ സിനിമയുടെ ഡയലോഗ് കേട്ടിട്ടുണ്ടാവും, എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇടയ്ക്ക് വന്ന് തുറന്നു നോക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെയാണെന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ പച്ച മീറ്റ്, റോ മീറ്റ് കൂടുതലും നമുക്ക് ഫ്രീസറിൽ തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു ചോരയായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളം നമ്മൾ കുക്ക് ഫുഡിൻ്റെ ഉള്ളിലോ അങ്ങനെ എവിടെയും അത് വീണ് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് കണ്ടാമിനേഷൻ, അതായത് നമുക്ക് ഫുഡ് പോയിസൺ ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്രീസറിൽ വെച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ ജലാംശം ഒട്ടും നമുക്ക് വീഴയില്ല. ആ ഒരു നമുക്കത് കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനോ കട്ട് ചെയ്യാനോ, ഫിഷ് ആയാലും അതെ, നമ്മൾ ഒരുപാട് മെൽറ്റായിട്ടിരുന്ന് അത് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫ്രീസറിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുക്ക് ഫുഡ്, നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ഫുഡുകളെല്ലാം നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫസ്റ്റ് ലെയറിൽ ഏറ്റവും ടോപ്പിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ, ചെറിയൊരു വാമും അതിൻ്റെ ടെമ്പറേച്ചർ എല്ലാം കറക്റ്റായിട്ട് കുക്ക് ഫുഡിന് ചേരുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ലെയറാണ്. തൊട്ട് താഴെയാണ് നമുക്ക് ഡയറി പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ തൈര്, ബട്ടർ, ചീസ് പോലെയുള്ള സംഭവങ്ങൾ, പനീർ പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് തൊട്ട് താഴെ, അവിടെയാണ് കൂടുതലായിട്ട് നമുക്ക് ടെമ്പറേച്ചർ, ഒരു തണുത്ത ടെമ്പറേച്ചർ കൂടുതൽ നിലനിൽക്കണം അവിടെയായിരിക്കും. അപ്പോൾ ആ ഒരു പോർഷനിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് താഴത്ത് നമുക്ക് വെജിറ്റബിളും ബാക്കിയുള്ള കാര്യങ്ങൾ. നമുക്ക് ഡോറിൻ്റെ സൈഡിൽ എപ്പോഴും വെള്ളം കുടിക്കാനുള്ള ബോട്ടിലുകൾ, സോസുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഡോറിൻ്റെ ആ ഒരു സൈഡിൽ കീപ്പ് ചെയ്യാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന രീതിയിൽ തന്നെ ആ ഒരു സാധനം പോകണം. അതായത് നമ്മൾ ആദ്യം വെച്ച സാധനം ആദ്യം തന്നെ എടുത്ത് നമ്മൾ ഉപയോഗിക്കണം. കാരണം കൂടുതൽ ഈ ഫ്രിഡ്ജ് ഒരിക്കലും നമുക്ക് ഈ ബാക്ടീരിയ ഇല്ലാതാക്കുന്ന ഒരു സംഭവമല്ല. ഫ്രിഡ്ജ് ശരിക്കും ഡേഞ്ചറായിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം ഫ്രിഡ്ജ് ഒരിക്കലും നമുക്ക് അണുവിമുക്തമാക്കി തരുന്നില്ല ശരിക്കും നമ്മുടെ ഫുഡ്. അതൊരിക്കലും ഹൈജീൻ ആക്കുന്ന ഒരു പ്രൊസീജിയർ അവിടെ നടക്കുന്നില്ല. പക്ഷേ നോർമൽ ടെമ്പറേച്ചർ ഇരിക്കുന്നതിലും കൂടുതലായിട്ട് സേഫായിട്ട് കുറച്ച് കൂടുതൽ സമയം ഈ ഒരു മൈനസ് ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ ഫുഡിന് കുറച്ചും കൂടി ആയുസ് നീട്ടി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച ഐറ്റം ഒരിക്കലും നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ ഫ്രഷ് ആണെന്ന് ഒരിക്കലും ഫ്രിഡ്ജ് ഒരിക്കലും ഒരു നല്ലൊരു മെഷീനല്ല ഫുഡിനെ സംബന്ധിച്ചോളം. ഫുഡ് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു നേരം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളൊരു ചമ്മന്തി തയ്യാറാക്കി രാവിലെ അത് ചിലവായാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉച്ചയ്ക്കുള്ള മീൻ കറിക്കെങ്കിലും അത് ഉപയോഗിക്കണം. നമ്മൾ അരച്ച് ആ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക്, അതിന് മുകളിലേക്ക് ഇത് വച്ചേക്കരുത്. കാരണം ഫ്രിഡ്ജ് എപ്പോഴും നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ കൊണ്ട് നടക്കുക. മാക്സിമം സാധനങ്ങൾ ഒരു ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ ഒന്നും വയ്ക്കാണ്ടിരിക്കുക. അത് അടുത്ത നമ്മളെപ്പോഴും ഒരു ഗ്രേവിയൊക്കെ തയ്യാറാക്കിയത് കുറച്ച് ബാക്കി, ഇപ്പോൾ കടലക്കറി ആയിട്ട് തന്നെ കുറച്ച് ബാക്കി വന്നാൽ പോലും നമുക്കതിന് വേണ്ടി പേസ്റ്റ് ചെയ്തിട്ട് ചിക്കൻ കറിയിൽ യൂസ് ചെയ്യാം. അങ്ങനെ അധിക നേരം ഒരിക്കലും ഫ്രിഡ്ജിൽ ഒരു ഫുഡ് കീപ്പ് ചെയ്ത് അത് ഒരുപാട് നേരത്തേക്ക് റീയൂസ് ചെയ്യാവുന്ന ഇട വരുത്താണ്ടിരിക്കുക. മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് ലെഫ്റ്റ് ഓവർ വരുന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചെറിയ ചെറിയ റെസിപ്പീസ് പറയൂ. ഇപ്പോൾ നമുക്ക് കടലയാണ് ബാക്കി വരുന്നത്. ഈ കടല നമുക്ക് സുഖമായിട്ട് ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന കറിയുടെ കൂടെ ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ വറുത്തരച്ച കടലക്കറിയാണ് വയ്ക്കുക. അത് നമ്മൾ അപ്പോൾ ആ ഒരു വറുത്തരപ്പിൻ്റെ ടേസ്റ്റ് നമ്മൾ ചിക്കൻ കറിയിൽ വളരെ ലൈറ്റായിട്ടേ വരുള്ളൂ. അപ്പോൾ ആ ഒരു കറിക്ക് തിക്നെസ് കിട്ടാനും സഹായിക്കും. ഗ്രീൻ പീസ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പേസ്റ്റ് ചെയ്ത് ചേർക്കാൻ പറ്റും. അതല്ല കടലക്കറി കുറച്ച് കൂടുതൽ ബാക്കി വരണമെങ്കിൽ നമുക്കതിന് ഡ്രൈ ആക്കി സാലഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഇട്ട് തോരൻ പോലെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് ഫുഡിൻ്റെ ആവശ്യമില്ല, ഉച്ചയ്ക്കകത്ത് തന്നെ അത് നമുക്ക് തീർത്ത് വിടാൻ പറ്റും. പിന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ പോർഷൻ നമ്മൾ 1/2 കിലോ ചിക്കൻ യൂസ് ചെയ്താൽ പോലും സെയിം ക്വാണ്ടിറ്റി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾ കൂടി മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ പോർഷൻ കൂട്ടാൻ പറ്റും. ആ മുഴുവൻ ഫ്ലേവർ ആ വെജിറ്റബിളിലേക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് അതെല്ലാം നമ്മൾ ചിക്കൻ കറിയുടെ കൂടെ ഇട്ടാലും ആ ഒരു മുഴുവൻ എസൻസും അതിലേക്ക് വന്ന് അതൊന്നിച്ച് ആ ഒരു ചിക്കൻ കറിയുടെ ഫ്ലേവർ തന്നെയായിട്ട് ആ വെജിറ്റബിളും മാറും. അപ്പോൾ നമുക്ക് ചമ്മന്തിയൊക്കെ ബാക്കി വരികയാണെങ്കിലും ചമ്മന്തി ബാക്കി പേസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പേസ്റ്റ് ചെയ്ത് തേങ്ങ കൂടുതൽ യൂസ് ചെയ്താൽ ആ മുഴുവൻ കറി അത് ബാധിക്കും. നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ചിക്കൻ കറി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചമ്മന്തി ഒഴിവാക്കാം. കാരണം ആ ഒരു തേങ്ങയുടെ ഇത് വരുന്നതുകൊണ്ട്, കാരണം രാവിലത്തെ ചമ്മന്തിയൊക്കെ ചിലപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ പെട്ടെന്ന് ചീത്തയാവാൻ കൂടി സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ പോർഷൻ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. കിച്ചണിൽ മസ്റ്റായിട്ടും ബാൻ ചെയ്യണം അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ നമ്മൾ കൂടുതലും മൈദ അല്ലെങ്കിൽ പഞ്ചസാര അതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ട ഐറ്റം എന്ന് പറയാം. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ നമ്മുടെ പ്രൊഫഷൻ ആയതുകൊണ്ട് നമുക്ക് മൈദ ഇല്ലാണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബ്രെഡോ ബന്നോ ഒക്കെ ഉണ്ടാക്കണേ. പക്ഷെ നമ്മുടെ ഒന്നും കിച്ചണിൽ മൈദയുടെ യാതൊരു ഇത് ആവശ്യമില്ല. നമ്മുടെ വീടുകളിൽ മൈദയ്ക്ക് ആവശ്യമില്ല, കാരണം ആട്ട തന്നെ മതി. നമ്മുടെയൊക്കെ കിച്ചണിൽ എന്തായാലും മൈദ ഒഴിവാക്കാം. അങ്ങനെ വീടുകളിലൊന്നും ആരും അങ്ങനെ പൊറോട്ടയൊന്നും ഉണ്ടാക്കുന്നില്ല. കുറച്ചും കൂടി ആട്ടയ്ക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ വേറൊരു ബാൻ ചെയ്യേണ്ട ഐറ്റം എന്ന് വെച്ചാൽ നമുക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും മൺപാത്രങ്ങളിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ് നമുക്ക് ഹെൽത്തിന് ഏറ്റവും ബെറ്റർ. കാരണം ആ മൺപാത്രം ചൂടാവാൻ ഒരുപാട് ടൈം എടുക്കും, അതിൻ്റെ ചൂടാറാനും അതേപോലെ തന്നെ സമയം എടുക്കും. അപ്പോൾ നമ്മൾ വെള്ളം കൂടുതലുള്ള ഐറ്റം തയ്യാറാക്കിയാൽ പോലും നമ്മൾ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് കുറുകിയിരിക്കും. സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഇൻഡാലിയം പാത്രം നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഈ ആവി കയറിയിട്ട് തിരിച്ചും അതിൻ്റെ ആ ഒരു ഇതുകൂടി നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ ഒരു ക്യാൻസറിന് നമുക്കൊരു ചെറിയൊരു ശതമാനം വരെ ഇതെല്ലാം നമ്മുടെ ബോഡിയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. കുക്കിങ്ങിന് നമ്മൾ കൂടുതലും മൺപാത്രങ്ങൾ ഉപയോഗിക്കുക. വെള്ളം നമ്മൾ എടുത്തു വയ്ക്കാനും ഇതേപോലെ കുടങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റീഫ്രഷിങ്ങിനും നമ്മളൊക്കെ സഹായിക്കുന്നു. മാത്രമല്ല ശരിക്കും ബോഡിയുടെ എല്ലാ ഫങ്ഷനും കുറച്ചും കൂടി സ്മൂത്ത് ആവാനും എല്ലാത്തിനും ഈ പാത്രം കൂടി ഒരു വലിയൊരു ഘടകമാണ്, ടേസ്റ്റിനും അതെ. അപ്പോൾ ശരിക്കും കൂടുതലും മൺചട്ടിയിലുള്ള മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ സ്ഥിരം ആ ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ വർക്ക് സ്മൂത്ത് ആവാനും ടേസ്റ്റിനും ആരോഗ്യത്തിനും എല്ലാം നമുക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുമാണ് മൺപാത്രങ്ങൾ ഉപയോഗിച്ചുള്ള കുക്കിംഗ്. ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ അതിലിപ്പോൾ എന്തെങ്കിലും ഇപ്പം ഞാൻ തന്നെ ആയാലും കുറേ ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ചിലതിൽ പാലോ പൂരിയൊക്കെ പരത്തുമ്പോഴായാലും അതിൽ വന്ന വ്യത്യാസം കാരണം കുറേ ഫിനിഷിംഗ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാറുണ്ട്. ടേസ്റ്റ് കുറച്ചും കൂടി എന്താ ടേസ്റ്റ് എങ്ങനെയാണ് ആഡ് ആയെന്നറിയില്ല, പക്ഷേ ഒരു എക്സ്ട്രാ ഫ്ലേവർ മിക്കതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയാൻ പറ്റിയ കുറച്ച് ടിപ്സ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ ഉൾപ്പെടുത്താൻ പറ്റിയ കുറച്ച് ടിപ്സ്. എൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് നമ്മൾ എല്ലാത്തിനും പശുവും പാലും ഒഴിക്കും. ശരിയാണ്, പശുവും പാലും ഉണ്ട്, നെയ്യും ഉണ്ട്. അതെ, അപ്പോൾ നമുക്ക് ഈ ഉപ്പുമാവിലൊക്കെ ഒരല്പം പശുവും പാൽ ഒഴിച്ചാൽ അതിൻ്റെ മൊത്തം ആംബിയൻസ് മാറും. നമ്മൾ ഈ ചില ആൾക്കാരൊക്കെ റവ വറുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കറുത്തു പോകും. അപ്പോൾ ഉപ്മാവിൻ്റെ ഒരു എന്ത് കാര്യം നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയാണ് നമ്മൾ കഴിക്കുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യുക. അപ്പോൾ കുറച്ച് പശുമ്പാൽ ഒഴിച്ച് ഒരു ക്യാരറ്റൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുമ്പോൾ ഉപ്മാവിൻ്റെ മൊത്തം ആംബിയൻസും ടേസ്റ്റും എല്ലാം മാറും. അതല്ല ഒരു നുള്ളിൽ നെയ്യ് കൂടി ഒഴിക്കുകയാണെങ്കിൽ നല്ല ഗ്ലേസിങ്ങോടുകൂടി നല്ല ഉപ്മാവ് കിട്ടും. അതേപോലെ തന്നെ പൂരി പരത്തി നമ്മൾ ഒരുപാട് തിന്നായിട്ട് പരത്താതെ കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുത്ത് അത് ചൂടായിട്ടുള്ള ഓയിൽ, ഇതിനെല്ലാം ടെമ്പറേച്ചറിന് വലിയൊരു വാല്യൂ ഉണ്ട്. നമ്മളൊരു ഫുഡ് തയ്യാറാക്കുമ്പോൾ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫുൾ ടേസ്റ്റ്, ഇപ്പോൾ പൂരിയൊക്കെ നന്നായിട്ട് ആ ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് പരത്തി, അതിൻ്റെ സൈഡ് നമ്മൾ ഒരുപാട് തിന്നാക്കി എടുക്കരുത്. അപ്പോൾ അതിൻ്റെ പൊട്ടിയിട്ട് ഉള്ളിലേക്ക് ഇത് കയറാം. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ പൂരി പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കുമ്പോഴായാലും നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ്, ഒരു ഗ്ലാസ് പുട്ട് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം, അതിൽ തേങ്ങയുടെ ഒരു അളവ് കൂട്ടിയെടുക്കുക. നമ്മൾ മസാല ദോശയൊക്കെ നമുക്ക് ചില കടകളിൽ കിട്ടും പറയാം, നല്ല ഒരു റെഡിഷ് കളർ ബ്രൗൺ കളറായിട്ട് മാറും. ദോശമാവ് കലക്കുമ്പോൾ എപ്പോഴും അതിൽ പഞ്ചസാര ഇട്ടുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ക്രഞ്ചി ആയിട്ടും ഒരു ബ്രൗൺ കളറും, പഞ്ചസാരയാണ് അതിൻ്റെ കളർ നൽകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ദോശമാവിൽ മസ്റ്റായിട്ട് പഞ്ചസാര ഇടുക.
പിന്നെ ഇഡ്ഡലി മാവ് നല്ല തിക്കായിട്ട് തന്നെ, ഒരുപാട് ലൂസ് ആവാതെ തന്നെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ടാണ് ഇഡ്ഡലി പൊങ്ങി വരിക. അപ്പോൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഓരോ അരപ്പിനും പ്രത്യേകതയുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ച് നല്ല തിക്കായിട്ട് തന്നെ, ഒരുപാട് ലൂസ് ആവാതെ തന്നെ ഇഡ്ഡലി മാവ് തയ്യാറാക്കുന്ന ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പൂരി തയ്യാറാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടും, ഇപ്പോൾ ഒരു അല്പം നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, പാലൊഴിച്ചിട്ട് വേണമെങ്കിൽ കുഴയ്ക്കാം. അതൊക്കെ നമുക്ക് ഒരുപാട് ടേസ്റ്റ് കൂട്ടാൻ നമ്മളെ സഹായിക്കും. അതേപോലെ നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒക്കെ ഉൾപ്പെടുത്താണ്ട് അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തെങ്കിലും അപ്പോൾ നമുക്ക് തേങ്ങ വെള്ളം ഉപയോഗിക്കാം. അതുകൂടാതെ തേങ്ങ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്ത് അതിലേക്ക് ചേർക്കാൻ പറ്റും. അതുകൂടാതെ അതിലേക്ക് ചോറ്, അങ്ങനെയുള്ള അവിൽ നനച്ചത്, അവിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് പേസ്റ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെറുതായിട്ട് നമ്മളിപ്പോൾ ചോറൊക്കെ അരച്ച് ചേർത്താൽ തന്നെ അപ്പത്തിൻ്റെയൊക്കെ ആ ഒരു തിക്നെസ് കുറച്ച് കൂട്ടി കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതലും സിമ്പിളായിട്ട് ആ സാധനം തയ്യാറാക്കി. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു ഐറ്റം നമ്മുടെ മൊത്തം ടെക്സ്ചറിനെ അത് മാറ്റും. ശരിക്കും ദോശയിലൊക്കെ പഞ്ചസാര ഇടുന്നതൊക്കെ വലിയൊരു ഘടകമാണ് അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ മാറാനായിട്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഉപ്പുമാവിൽ കുറച്ച് പാലൊഴിക്കുക, ഒരല്പം നെയ്യ് ചേർക്കുക, ഇതൊക്കെ നല്ല രീതിയിൽ ടേസ്റ്റിന് വ്യത്യാസം വരുത്താൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ചോദ്യം ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കാൻ കാരണം, ഞാനും ഇതിങ്ങനെ ചെയ്യണ കണ്ടതിന് ശേഷമാണ് ഉപ്പുമാവിൽ ഈ പറഞ്ഞ മാതിരി കുറച്ച് നെയ്യോ കുറച്ച് പാലൊക്കെ ഒഴിച്ച് പൂരി പരത്തുമ്പോഴായാലും കുറച്ച്, ആദ്യമൊക്കെ എൻ്റെ പൂരി അത്ര ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, തിക്കായിട്ട് പരത്തി ചെയ്തേ പിന്നെ നല്ല കടയിലൊക്കെ കിട്ടുന്ന മാതിരി തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല പൂരിയായിട്ട് വന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എനിക്ക് മസ്റ്റായിട്ടും ചോദിക്കണമെന്ന് തോന്നി. കാരണം അത് എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമാണല്ലോ. എൻ്റെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടാസ്ക്കായിട്ട് എനിക്കിപ്പോൾ തോന്നിയിട്ടില്ല. കാരണം അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നല്ല ടേസ്റ്റായിട്ട് സ്വയം തോന്നാറുണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അതിൽ ആഡ് ആയിട്ടുള്ളൂ. ഒരു ടീസ്പൂൺ നെയ്യ്, അതിൻ്റെ ടേസ്റ്റ് വരില്ല. അത് ചിലപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. കാരണം അത് എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. നെയ്യ് അങ്ങനെ എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടമാവാറില്ല. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ഫുഡിനെ ഒരുപാടധികം ചേഞ്ചസ് വരുത്താറുണ്ട്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് അറിയാനായിട്ട് കമൻസിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.